So, are you ready for the play now? Yes, let's do it. All right. So, in the Sermon on the Mount, God is asking the crowd, "For if you love those who love you, what reward have you? Does not the world does the same? If you greet your brethren only, what do you do more than the others? Does not the world do the same? We're only true Christians if you're able to love our enemies. Bless those who curse us, do good to those who hate us, and pray for those who spitefully use and persecute us." Yes, these are all in the scripture, but is it really practical? Is it possible to love one who does not speak to you, or even smile at someone who clearly does not think well of you? Well, as a child of God, this is exactly what God wants us to do. There's a prime example of this in the Bible, and that person is Joseph. അതെ, യോസഫിന്റെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിന്റെ മകനായ, ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകൻ യോസഫ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും വലിയൊരു ജാതിയാക്കാമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു. അത് യാക്കോബിൽ കൂടെ പ്രാവർത്തികമാക്കിയാണ്. യാക്കോബിന് 12 മക്കളെ ദൈവം നൽകി. ഇതാ യാക്കോബിന്റെ ഭവനത്തിലേക്ക് നമുക്ക് ഈ സന്ധ്യയിൽ കടന്നു ചെല്ലാം. ഇതാ യാക്കോബിന്റെ ഭവനം നിങ്ങൾക്ക് മുമ്പായി തുറക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന യാക്കോബും അവന്റെ സമയത്ത് നിൽക്കുന്നല്ലേ. നോക്കൂ, ഈ ആകാശത്തിലെ പോലെ നമ്മെ ഒരു വലിയ ജാതിയാക്കാമെന്ന് നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചത് എപ്പോഴും ഓർക്കണം. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് എന്തിനേ? ബെന്യാമീൻ കൂടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. മറ്റുള്ളവർ വയലിൽ നിന്നും മടങ്ങി വന്നിട്ടുണ്ട്. ബെന്യാമീനെ, മോനെ, ബെന്യാമോനെ. അപ്പോൾ ബെന്യാമീൻ അവിടേക്ക് കടന്നു വന്നു. അമ്മ എന്നെ വിളിച്ചു. ഇതാ അപ്പൻ നിന്നെ വിളിക്കുന്നു. എന്താ അപ്പ? മോനെ ബെന്യാമീനെ, എന്തോ? നിന്നെയും ജോസഫിനെയും കാണുമ്പോൾ ഞാൻ എന്റെ റാഹേലിനെ ഓർത്തുപോവുകയാണ്. അതൊക്കെ എന്തിനാ ഇപ്പൊ ഓർക്കുന്നത്? അത്താഴത്തിന് നേരമായി. കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചോട്ടെ. ഏട്ടന്മാരൊക്കെ വരുമ്പോ വരട്ടെ. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. അമ്മ ആഹാരം എടുത്താലും. കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ വന്നാട്ടെ. അപ്പോൾ യാക്കോബ് തന്റെ 12 മക്കളിലും ബെന്യാമീൻ എടുത്തുകൊണ്ട് മറ്റു 11 പേരെ അവന്റെ അടുത്തേക്കായി വിളിച്ചു. അപ്പോൾ ആദിജാതനായ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസാക്കർ, സെബുലൂൻ, ജോസഫ് എന്നിവർ അപ്പന്റെ അടുത്തേക്ക് വരിവരിയായി കിടന്നു. തന്റെ പുത്രന്മാരെ കണ്ട ജോസഫ് യാക്കോബ് അവരെ അനുഗ്രഹിച്ചു. മക്കളെല്ലാം കണ്ട യാക്കോബിന് വളരെയധികം സന്തോഷമായി. മക്കളെല്ലാം വന്നല്ലോ. വയലുകളൊക്കെ എങ്ങനെയുണ്ട് മക്കളെ? എല്ലാം ഭംഗിയായിട്ട് പോകുന്നപ്പാ. പിന്നെ ഒരു കാര്യം നമ്മുടെ വിളവെടുപ്പിനുള്ള സമയമായപ്പാ. ഓ അതെ, വിളവെടുപ്പിനുള്ള സമയമായി. നന്ന് നന്ന്. അപ്പ വയലിലെ പണിക്കും മറ്റു വേലകൾക്കുമായി നമുക്ക് കുറച്ച് കാളകളെ കൂടി വാങ്ങണം. ആളുകളെ കൂടി വാങ്ങാം വാങ്ങാം വാങ്ങാം. അതെ അപ്പ, നിലകൊഴുതുവാനുള്ള കാളകൾ പോലും പോരാ. അങ്ങനെയോ? അപ്പ മുന്തിരിച്ചക്ക വലിക്കുവാൻ കാളകൾ കുറവാണ്. കൂടാതെ നമ്മുടെ
ഭരണിയിൽ വീഞ്ഞു കുറവാണപ്പാ. വീഞ്ഞു കുറയാൻ പാടില്ല പാടില്ല. അതെ അപ്പ, എന്തോ കുറഞ്ഞാലും വീഞ്ഞു കുറയരുതപ്പാ. അപ്പൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാം ഞങ്ങൾ ശരിയാക്കാം. നന്നു മോനെ, നന്ന്. എല്ലാം നമുക്ക് ശരിയാക്കാം. ജോസഫ്, ജോസഫ്, ജോസഫ്. അപ്പോൾ യോസേഫ് അവന്റെ അടുത്തേക്ക് കടന്നു വന്നു. സഹോദരന്മാർക്ക് യോസഫിനോട് ഇഷ്ടമല്ല. മോനെ, എന്താപ്പാ നീ എന്ത് പറയുന്നു? കാളകളെ വാങ്ങിക്കണമപ്പാ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാനാണ് അപ്പാ വന്നത്. വേറൊരു കാര്യം? അപ്പാ, കഴിഞ്ഞ ദിവസം വയലിൽ ഉറങ്ങുമ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടപ്പാ. സ്വപ്നം? വയലിൽ കറ്റകളെ ഉഴുതുമ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നതായി ഞാൻ കണ്ടപ്പാ. അപ്പന്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും കറ്റകൾ എന്റെ കറ്റയെ നമസ്കരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടപ്പാ. നീ എന്താണ് ഈ പറയുന്നത്? അപ്പാ, ഞാൻ വേറൊരു സ്വപ്നവും കണ്ടപ്പാ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടപ്പാ. നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ വിചാരം നീ ആരാണ്? അപ്പനും അമ്മയും 11 സഹോദരനും നിന്നെ നമസ്കരിക്കണമെന്ന്? എടാ കൊച്ചനെ, ഈ പറഞ്ഞ എന്താന്ന് അറിയാവോ? വിവരദോഷി, നിനക്കറിയാവോ? എടാ, അപ്പനും അമ്മയും ഞങ്ങള് 11 പേരും നിന്നെ നമസ്കരിക്കണമെന്നോ? അല്ല അപ്പ, അവൻ എന്റെ വിവരക്കേടാ അപ്പ പറഞ്ഞത്. പോലെ സഹോദരന്മാരെ, ഇവ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നമ്മളൊക്കെ അവനെ നമസ്കരിക്കണം പോലെ ഉറങ്ങാൻ നോക്കണം പോലെ. ഒരു സ്വപ്നക്കാരൻ വന്നിരിക്കുന്നു. അതെ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങണം. അവനിവിടെ സ്വപ്നം കണ്ടോണ്ടിരിക്കട്ടെ. ആ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. വരുവപ്പാ. ഒരു കുഴപ്പവും ഇല്ലാത്ത കൊച്ചനാരും സ്വപ്നം പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണം മോനെ. യോസഫിന്റെ സഹോദരന്മാരെല്ലാവരും അവനെ പരിഹസിച്ചു. എന്നാൽ ജോസഫോ വളരെയധികം വിഷമത്തോടെ അവിടെ തന്നെ നിന്നിരുന്നു. അവൻ ഉറങ്ങാൻ പോയില്ല. പക്ഷേ അവന്റെ മനസ്സിലെ വിഷമം അവന്റെ സ്വന്തം സഹോദരനായ ബെന്യാമീൻ കണ്ടിരുന്നു. അവൻ പതുക്കെ ജോസഫിന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ ഏട്ടന് എനിക്ക് വിശ്വാസമാണ്. ഏട്ടന്റെ സ്വപ്നങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏട്ടാ, ജ്യേഷ്ഠൻ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെയില്ലേ? ജ്യേഷ്ഠന്റെ കൂടെയില്ലേ? ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയാൽ നീ പോയി കിടന്നുറങ്ങിക്കോളൂ. ശരി ജ്യേഷ്ഠ. അങ്ങനെ ബെന്യാമീൻ ഉറങ്ങുവാനായി പോയി. എങ്കിലും യോസഫിന്റെ വിഷമം മാറിയിരുന്നില്ല. അവൻ അവിടെ തന്നെ നിന്നിരുന്നു. അത് അവന്റെ പിതാവായ യാക്കോബ് കണ്ടിരുന്നു. അദ്ദേഹം തന്റെ കയ്യിൽ കരുതി വെച്ചിരുന്ന അവന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിരുന്ന ഒരങ്കിയുമായി അവന്റെ അടുത്തേക്ക് ഇതാ യാക്കോബ് കടന്നു വരുന്നു. മോനെ ജോസഫേ, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു. നിന്റെ സ്വപ്നം എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അപ്പോ നീ അനുഗ്രഹിക്കപ്പെടും. മോനെ, ഇത് നിനക്കായി കരുതി വെച്ചിരിക്കുന്ന അങ്കിയാണ് മോനെ. അതേ, നിനക്ക് തന്നെ. ഇത് നിനക്ക് തന്നെ മോനെ. ഇപ്പോൾ എനിക്ക് സന്തോഷമായപ്പോ, എനിക്ക് സന്തോഷമായി.
അങ്കി കിട്ടിയ ജോസഫ് ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി അവന്റെ വിഷമമൊക്കെ മാറിയിരുന്നു. മോനെ, നാളെ സഹോദരന്മാർക്ക് വേണ്ടി ആഹാരം നീയാണ് വയലിൽ കൊണ്ടുപോകേണ്ടത്. ശരിയപ്പാ. നീ വന്ന് കിടന്നുറങ്ങൂ, വന്ന് വിശ്രമിക്കും മകനെ. അങ്ങനെ യാക്കോബ് യോസഫിനെ അവന്റെ കിടപ്പറയിലേക്ക് കൊണ്ടുപോയി. സന്ധ്യയായി രാവുമായി വിശ്വസമായി പിറ്റേ ദിവസം രാവിലെ ഇതാ വയലിൽ അവന്റെ സഹോദരന്മാർ അധ്വാനിക്കുന്നു. അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ജോസഫിന്റെ സ്വപ്നം അവരെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആദിജാതനായ രൂപേ ഇങ്ങനെ പറഞ്ഞു: ഇന്നലത്തെ അവന്റെ ആ സ്വപ്നത്തിന്റെ കഥ കേട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കമേ വന്നില്ല. എങ്ങനെ ഉറക്കം വരുത്തി അവന് വിവരക്കേട് പറഞ്ഞു കേട്ടില്ലല്ലോ. അവൻ പറയുക നമ്മളൊക്കെ അവനെ നമസ്കരിക്കണം പോലും. സഹോദരന്മാരെ, അതാ നോക്കുക, സ്വപ്നക്കാരൻ വരുന്നു. ശരിയാ, അവൻ തന്നെ വരുന്നത്. ശരീരമൊക്കെ നോക്കി നല്ലതായിട്ട് തിളങ്ങുന്നുണ്ടല്ലോടാ. അതെ, അപ്പം കൊടുത്ത പുതിയ അങ്കിയാന്ന് തോന്നുന്നു. പ്രിയപുത്രനല്ലേ? പ്രിയപുത്രൻ. എനിക്ക് വയ്യൊന്നും കാണാൻ, അവനെ കൊന്നു കളഞ്ഞാലോ. അവരെ കൊന്നുകളയണം. സഹോദരന്മാരെ, അവരും അവന്റെ ഒരു സ്വപ്നം ഇന്ന് കൊണ്ട് തീരണം. അപ്പോൾ ആദിജാതനായ രൂപന്റെ മനസ്സലിഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എല്ലാം വളരെ വാസ്തവമാണ്. പക്ഷെ അവൻ നമ്മുടെ അന്യനല്ലേ? നമ്മുടെ രക്തത്തിന്റെ രക്തവും നമ്മുടെ മാംസത്തിന്റെ മാംസവുമായ അവനെ കൊന്നു കളയുവാൻ എനിക്കൊട്ടും മനസ്സ് വരുന്നില്ല. ചേട്ടപ്പ, നമുക്ക് അവനെ എന്തോ ചെയ്യാം. അവനെ നമുക്ക് എന്താ ചെയ്യുക? അതാ അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. അതിനകത്ത് തട്ടിയാലോ? അവർ അങ്ങനെ യോസഫിനെ പൊട്ടക്കം ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊന്നും അറിയാതെ പാവം ജോസഫ് അവർക്കുള്ള അപ്പവും വെള്ളവുമായി ഇതാ വയലിലേക്ക് കടന്നു വരുന്നു. ചേട്ടന്മാരെ, നമ്മുടെ സ്വന്തക്കാരൻ ജോസഫ് കടന്നു വരണമെന്ന് നിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ കൊണ്ടുപോവാ. അപ്പം തന്നുവിട്ട അപ്പവും വെള്ളവും അങ്കി വളരെ മനോഹരമായിരിക്കുന്നത് മോനെ. ഇന്നലെ അപ്പം തന്നതാ. നന്നായിരിക്കുന്നു മോനെ, നന്നായിരിക്കുന്നു. മോനെ, മക്കളെ, ഇന്നലെ നീ സ്വപ്നം പോലെ രാത്രി കണ്ടായിരുന്നോടാ? ഞങ്ങൾ കാണിച്ചു തരാം മോനെ സ്വപ്നം. പിടികളെ അവനെ. താകിക്കുവാൻ തക്കൊരു നല്ല കൊമ്പ് യാതൊന്നിൽ നിന്നും മഴുവിന്നു കിട്ടി. അശാന്തിയെ തന്നെ കാശു വെട്ടി വീട്ടുന്നു കത്തും വിജം പ്രിമത്താ. അവർ അങ്ങനെ യോസഫിനെ ആ പൊട്ടക്കണിലേക്ക് ഇട്ടു. യോസഫിനെ പൊട്ടക്കത്തിൽ എത്തിയ ശേഷം രൂപനെ അവിടെ നിന്ന് കടന്നുപോയി. വിശക്കുന്നു വിശക്കുന്നു, വാ കഴിക്കാം. അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴോ യോസഫ് പൊട്ടക്കണിൽ നിന്ന് അവരോട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. എന്ത് ശല്യപ്പ, ഞങ്ങളൊന്ന് കഴിച്ചോട്ടണമല്ലോ സമാധാനമായിട്ട്.
അപ്പനെ കാണാം. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് സുഗന്ധദ്രവ്യവും പശയും വിൽക്കുന്ന ഇസ്മായിലേർ അതിലേക്ക് കടന്നു വന്നു. അവരെ കണ്ട് യഹൂദ ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരെ, അതാ നോക്കൂ, മിസ്രയീം കച്ചവടക്കാരാണ് വരുന്നത്. അവർ ഈ കുഴിയിൽ കിടന്നാൽ ചത്തുപോകും. നമുക്കൊരു പ്രയോജനവുമില്ല. അവനെ അവർക്ക് വിറ്റ് കളയാം. അല്പം കാശ് ലഭിക്കും. ചേട്ടന്റെ തല ഓർത്തിച്ചു തുടങ്ങി. കാശെന്ന് പറയുമ്പോ ചേട്ടന്റെ തല ഓർത്തിച്ചു. അങ്ങനെ നമുക്ക് അവനെ വലിച്ചു കയറ്റാം. പിടിക്കടാ. അവർ യോസഫിനെ ആ പൊട്ടക്കിണിൽ നിന്ന് വലിച്ചെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു. Joseph is now sold by his own blood to the Ishmaelites for just mere 20 silver coins. And the Ishmaelites took him to Egypt, where he is sold again to an officer of the Pharaoh, Potiphar. But the Lord was good to him. He made him a successful man in the house of Potiphar, and God blessed Potiphar for just the sake of Joseph. But in spite of all these blessings from God, Joseph was now about to go through a big test in his life. അതെ, അവിടുത്തെ യോസഫിന് ഒരു പരീക്ഷ നേരിടേണ്ടി വന്നു. തന്റെ സ്വന്തം സഹോദരന്മാർ അവനെ 20 വെള്ളിക്കാശിന് വിറ്റെങ്കിലും അവർ അതിനെ അധികം ലാഭത്തിന് പൊത്തിഫേറിന് വിറ്റു. പൊത്തിഫേറിന്റെ ഭവനത്തെയും യോസഫ് മുഖാന്തരം യഹോവ സകലത്തിലും അനുഗ്രഹിച്ചു. എന്നാൽ യോസഫിനെ കാത്ത് അവിടെ ഒരു പരീക്ഷ ഇരിപ്പുണ്ടായിരുന്നു. പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക് യോസഫിൽ അനുരാഗം വിളിച്ചു. അനുരാഗ വിലോചനയായി അവൾ യോസഫിന്റെ അടുത്തേക്ക് കടന്നു വരും. ജോസഫ്, എന്റെ ഭർത്താവ് നിന്നെ സകലത്തിലും അധികാരിയാക്കിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചാൽ നിന്നെ ഇതിലും ഉന്നതനാക്കാൻ കഴിയും. മതി, എനിക്ക് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി. എന്റെ യജമാനായ പൊത്തിഫറിനെ എനിക്ക് ചതിക്കുവാൻ പറ്റില്ല. ജോസഫ്, വരൂ, എന്നോടൊപ്പം വരൂ. വരൂ ജോസഫ്. എന്റെ ദൈവമായ യഹോവയുടെ പാപം ചെയ്യുവാൻ എനിക്ക് പറ്റില്ല. എന്നെ വിടൂ, ഞാൻ പോട്ടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അയ്യോ, ഓടി വരണേ. ഇവൻ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അയ്യോ, ഓടി വരണേ. Joseph is thrown into prison for this reason. During this time when Joseph is in confinement, there was a butler and a baker of the king of Egypt who was thrown in the same prison as Joseph. While there, the butler and the baker each saw a dream, but they did not understand these dreams. Joseph offered to interpret these dreams. And he told the baker and the butler that the dreams meant that both of them in exactly 3 days will be freed, but only one of them will be restored to position, but the other one will be hung. And he asked butler to remember him when he's restored to his old position. As Joseph interpreted the dreams, this is exactly what happened to each of them. But the butler did not remember Joseph. About 2 years went by, and Joseph is still in confinement. But now the Pharaoh had a dream. He dreamt that while he stood by a river, 7 fine-looking and fat cows came out from the river and grazed in the meadow. Then another 7 cows came up, but they were ugly and gaunt and stood by the other cows on the bank of the river. But these cows ate up all the other 7 fine-looking and fat cows. Pharaoh awoke from his dream. He did not understand what it meant. He slept again and dreamt yet another dream, in which he saw 7 heads of grain came up from one stalk, all plump and good. Yet there's another 7 thin heads of grain that came up after it. These were blighted by the east wind. They were very thin, and these 7 heads of grain devoured the 7 plump and full grains. The Pharaoh awoke
he was troubled in the spirit. He didn't understand the dreams. So he called upon all the magicians and all the wise men of Egypt. But no one could interpret these dreams. Suddenly, the chief butler remembered Joseph. He told Pharaoh that there was a young Hebrew man when he was thrown in prison that interpreted his dreams. So Pharaoh ordered that Joseph be brought into the presence of the Pharaoh. Joseph, now in the spirit, tells Pharaoh that the 7 cows and the 7 full heads of grain show the same, that there will be 7 years of prosperity in Egypt, but it will be followed by 7 years of famine. The 7 years of famine will be so severe that the 7 years of plentifulness in Egypt will not be remembered. The Pharaoh had dreamed it twice as this was established by God, and it will surely come to pass. അങ്ങനെ ഫറവോൻ കണ്ട സ്വപ്നങ്ങൾ യോസഫ് വിവരിച്ചു കൊടുത്തതുണ്ട്. കൊഴുപ്പുള്ളതും തടിച്ചതുമായ 7 പശുക്കൾ വന്ന് ഞങ്ങളുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മെലിഞ്ഞ 7 പശുക്കൾ വന്ന് അവയെ തിന്നു കളഞ്ഞു. അതിന്റെ അർത്ഥം ഇനി 7 വർഷം ഈ ദേശത്ത് വളരെയധികം സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു. അടുത്ത 7 വർഷങ്ങൾ ഈ ദേശത്ത് വളരെയധികം ക്ഷാമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് വളരെയധികം ഫലവത്താൻ നിന്നിരുന്ന 7 കതിരുകളെ മെലിഞ്ഞ 7 കതിരുകൾ വന്ന് തിന്നു കളയുന്നതായിരുന്നു. ഈ സ്വപ്നങ്ങളുടെ അർത്ഥം യോസഫ് ഫറവോന് പറഞ്ഞു കൊടുത്തു. അത് ഫറവോൻ നമ്മെ ബോധിച്ചു. ആ 7 സംവത്സരങ്ങൾ അവർക്ക് സമ്പൽസമൃദ്ധി ഉണ്ടായിരുന്നപ്പോൾ ആ ധാന്യങ്ങൾ അവർ ശേഖരിച്ചു വെച്ചു. എന്നാൽ പിന്നെയുള്ള 7 വർഷങ്ങൾ കടന്നു വരികയാണ്. ദേശത്ത് വളരെയധികം ക്ഷാമം, ഇസ്രായേൽ ദേശം മുഴുവനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്ഷാമം. ആ ക്ഷാമം ഇതാ കനാൻ ദേശത്തേക്ക് പടർന്നു പിടിച്ചിരിക്കുന്നു. അതെ, ആ ക്ഷാമം ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് നമ്മുടെ യാക്കോബിന്റെ കുടുംബത്തിലാണ്. ആ യാക്കോബിന്റെ കുടുംബത്തിന്റെ പഠിപ്പുരയിലേക്ക് നമുക്ക് കടന്നു വരാം. ക്ഷാമത്താൽ വലയുന്ന യാക്കോബും മക്കളും. 3 ദിവസമായി അപ്പ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ കളപ്പുരയിലെ ധാന്യമെല്ലാം തീർന്നപ്പ. എല്ലാം ശരിയാകും മകനെ, എല്ലാം ശരിയാകും. ദൈവം കാക്കും മകനെ, ദൈവം കാക്കും. കാളുകൾക്ക് തീറ്റ കൊടുത്തിട്ട് 3 ദിവസമായി. കഷ്ടം കഷ്ടം. കാള പോണ നമ്മള് കഴിച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയാം. അപ്പളാവന്റെ കാള. ദേശമെല്ലാം വരണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ക്ഷാമം കനാൻ ദേശത്തുണ്ടായിട്ടില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? മിസ്രൈം ദേശത്ത് ധാന്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയോ? അങ്ങനെയെങ്കിൽ നോക്കി നിൽക്കാതെ മിസ്രൈം ദേശത്ത് പോയി ധാന്യം കൊണ്ടുവരൂ. അപ്പാ, എന്നാൽ ഞങ്ങൾ 11 മക്കൾ പോയി ധാന്യം ശേഖരിച്ച് മടങ്ങി വരാപ്പാ. 11 മക്കൾ പോകേണ്ട. ജോസഫോ നഷ്ടപ്പെട്ടു. ബെന്യാമീൻ, എനിക്ക് നിന്നോട് നഷ്ടപ്പെട്ടാൽ ഞാൻ ദുഃഖത്തിലാകും. നിങ്ങൾ 10 പേർ പോയി ധാന്യം കൊണ്ടുവരൂ. എന്നാൽ അങ്ങനെയാട്ടപ്പ, ഞങ്ങൾ പോയി ധാന്യം ശേഖരിച്ച് മടങ്ങി വരൂ. പോകൂ. ശരി അമ്മ. അങ്ങനെ അവർ ധാന്യം ശേഖരിക്കുവാൻ മിസ്രൈമിലേക്ക് കടന്നുപോയി. മിസ്രൈമിലെ ഫറവോന്റെ പ്രഭു യോസഫ് ആയിരുന്നു. യോസഫിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. യോസഫ് അവിടെയുള്ള ഒരു മിസ്രൈമിനെ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവളുടെ പേർ ആസ്നത്ത് എന്നായിരുന്നു. ദൈവം യോസഫിന് 2 ആൺമക്കളെ ദാനം ചെയ്തു. മൂത്തവൻ മനശ്ശെ, രണ്ടാമത്തവനോ എഫ്രൈം. അങ്ങനെ യോസഫ് തൻ്റെ ഭാര്യയും മക്കളുമായി തൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുന്ന ഈ നിമിഷത്തിലേക്ക് നമുക്ക് കടന്നു.
ജോസഫ് ഈജിപ്തിന്റെ പ്രഭുവായിരിക്കുന്നു. നോക്കൂ, എത്ര പേരാണ് ഭക്ഷണം ശേഖരിക്കുവാൻ വന്നിരിക്കുന്നത് നോക്കൂ. ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ കളപ്പുരയിൽ ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല. ഞാനൊരു മിശ്രീന്റെ സ്ത്രീ ആണെങ്കിലും അങ്ങയുടെ ദൈവമായ യഹോവയെ കണ്ടെത്താൻ സാധിച്ചത് എന്റെ ഭാഗ്യം. നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന നമ്മുടെ മനുഷ്യരെയും നമ്മുടെ എഫ്രൈമിനെയും നമുക്ക് അങ്ങയുടെ ദൈവത്തിന്റെ പാതയിൽ തന്നെ നടത്താം. അത് ആരൊക്കെയോ അവിടെ നിന്ന് നടന്നു വരുന്ന കാണുന്നത് കണ്ടിട്ട് അവര് കനാന്യരെ പോലെ ഇരിക്കുന്നു. അപ്പോൾ യോസഫിന്റെ സഹോദരന്മാർ ധാന്യം ശേഖരിക്കുവാൻ അവരുടെ ഒഴിഞ്ഞ ചാക്കുകളുമായി യോസഫിന്റെ അടുത്തേക്ക് കടന്നു വന്നു. യോസഫ് ദൂരെ നോക്കി അവരെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ യോസഫ് അവർക്ക് തങ്ങളെ താൻ വെളിപ്പെടുത്തിയില്ല. അവരെ കണ്ട ജോസഫ് തന്നെ താൻ മറച്ചു വെച്ച് അവരോട് ചോദിച്ചു, ഞങ്ങൾ ധാന്യം ശേഖരിക്കാൻ വന്നതാണ് യജമാനൻ. ഇല്ല, ഞാനത് വിശ്വസിക്കുകയില്ല. നിങ്ങൾ ദേശം ഒറ്റ നോക്കുവാൻ വന്നവരല്ലേ? അല്ല യജമാനനെ. ഇല്ല, ഫറവോനാണ്. ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ ദേശം ഒറ്റ നോക്കുവാൻ വന്നവർ തന്നെ. യജമാനനെ, ഞങ്ങൾ പരമാർത്ഥികളാണ്. ഞങ്ങൾ കനാൻ ദേശത്തു നിന്ന് വന്നവരാണ്. ഞങ്ങളുടെ അപ്പന് 12 മക്കൾ, ഒരുത്തനോ ഇപ്പൊ ഇല്ല. ഇളയ മകൻ അപ്പന്റെ കൂടെ. ഞങ്ങൾ പരമാർത്ഥികളാണ് യജമാനനെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയില്ല. നിങ്ങൾ ദേശം ഒറ്റ നോക്കുവാൻ വന്നവർ തന്നെ. ആരവിടെ? ഇവരെ തടവിലാക്കൂ. ജോസഫ് അങ്ങനെ അവരെ 3 ദിവസം തടവിലാക്കി. 3 രാവും 3 പകലും അവർ തടവിലായിരുന്നു. എന്നാൽ 3-ാം ദിവസം യോസഫിന് മനസ്സലിഞ്ഞു. യോസഫ് കാരാഗ്രഹത്തിൽ നിന്നും അവരെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ച് അവരോടായി ഇങ്ങനെ പറഞ്ഞു, മൂന്നാം ദിവസം കാരാഗ്രഹത്തിൽ നിന്ന് അവരെ വിളിച്ച് യോസഫ് അവരോടായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളെ വിട്ടയക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ധാന്യം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളിൽ ഒരുവരെ ഞാനിവിടെ തടവറയിലാക്കും. നിങ്ങൾ പോയി നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇളയ സഹോദരനുമായി കടന്നു വരിക. അപ്പോൾ നിങ്ങൾക്കുള്ള ധാന്യവും നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകും. ഞാൻ ഇവനെ കൊണ്ടുപോകുന്നു. യോസഫ് അങ്ങനെ ശിമിയോനെ കൊണ്ടുപോയി അവനെ തടവറയിലാക്കി. അവന്റെ സഹോദരന്മാരോ ധാന്യം ശേഖരിച്ച് തിരികെ അപ്പന്റെ അടുത്തേക്കുള്ള യാത്രയിലാണ്. സഹോദരന്മാരെ, ഇത് നമ്മുടെ സഹോദരനോട് നമ്മൾ ചെയ്ത രക്തത്തിന്റെ വിലയാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. അതെ അതെ, അവന്റെ പ്രാണന് വേണ്ടി അവൻ നമ്മളോട് എന്തുമാത്രം നിലവിളിച്ചു. നമ്മൾ അവനോട് ദയ കാണിച്ചു. അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കാതിരിക്കുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, മാരനോട് ദോഷം ചെയ്യരുത്. അവന്റെ രക്തം നമ്മളോട് കണക്ക് ചോദിക്കുന്നു. അങ്ങനെ അവർ വിഷമത്തോടുകൂടി അപ്പന്റെ അടുത്തേക്ക് കടന്നുപോയി. ചാക്കുകളിൽ നിറയെ ധാന്യവുമായി അവർ തിരികെ കനാൻ ദേശത്തെത്തി. തന്റെ മക്കളെ തിരികെ കണ്ട യാക്കോബ് സന്തോഷിച്ചു. യാക്കോബിന്റെ മക്കൾ ഇതാ ചാക്കുകെട്ടുകളുമായി യാക്കോബിന്റെ അടുത്ത് കനാനിൽ വന്നിരിക്കുന്നു.
കാര്യങ്ങളെല്ലാം വന്നുവല്ലേ? വളരെ ധാന്യം ലഭിച്ചു. ശിമയോൻ എവിടെ? എവിടെ ശിമയോൻ? ഞങ്ങൾ ധാന്യം ശേഖരിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾ ഒറ്റുകാരാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോ എന്നിട്ട് അവർ ഞങ്ങളെ 3 ദിവസം തടവിലാക്കി. അയ്യോ, അതെ അമ്മേ. എന്നിട്ട് നമ്മുടെ ശിമയോനെ അവർ തടവിലാക്കിയപ്പോ ബെന്യാമീനെ കൊണ്ട് ചെന്നാല് ഇനി ശിമയോനെ തിരിച്ചു തരികയുള്ളൂ, അതുപോലെ ധാന്യവും തരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇല്ല, ജോസഫോ നഷ്ടപ്പെട്ടു, ശിമയോനോ ഇല്ല. അപ്പാ എനിക്ക് പേടിയാകുന്നു അപ്പാ. അപ്പാ, നീയോട് എനിക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ കരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും. അപ്പാ, അവനെ എന്റെ കൂടെ വിടൂ, ഞാൻ അവനെ തിരികെ കൊണ്ടുവരാം. അപ്പാ, അവനെ എന്റെ കൂടെ വിടൂ. നിങ്ങളെ വിശ്വസിക്കാമോ? വിശ്വസിക്കാം അപ്പാ, അവനെ എന്റെ കൂടെ വിടൂ. അതെ അപ്പാ, ഞങ്ങൾ അവനെ മടക്കിക്കൊണ്ടുവരാം അപ്പാ. അങ്ങനെയെങ്കിൽ മോനെ ബെന്യാമീനെ, ഇവനെ നിങ്ങൾ കൊണ്ടുപോകും. ആ മോനെ, ഞാൻ പോയി വരാം. നിങ്ങൾ പോയാലും നിങ്ങൾ തിരികെ വരുന്നത് വരെ എനിക്ക് പേടിയാകുന്നു. ഊണില്ലാതെ ഉറക്കമില്ലാതെ നിങ്ങളെ നോക്കി, എന്റെ ബെന്യാമിനെ നോക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ സമാധാനമായിരിക്കും. നമ്മുടെ ദൈവമായ യഹോവ ഇതിനൊരു പരിഹാരം കണ്ടെത്തും. പരിഹാരമുണ്ടാക്കട്ടെ, ദൈവം പരിഹാരമുണ്ടാക്കട്ടെ. അങ്ങനെ യോസഫ് പറഞ്ഞതുപോലെ, യോസഫ് കൽപ്പിച്ചതുപോലെ ബെന്യാമീനുമായി അവർ മിസ്രയീമിൽ യോസഫിന്റെ അടുത്തെത്തി. അവരിതാ യോസഫിന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. ഈ സമയത്ത് മിസ്രയീമിൽ ധാരാളം ഭക്ഷണങ്ങളും ധാന്യങ്ങളും ഉണ്ടായിരുന്നു. യോസഫും തന്റെ മട്ടുപ്പാവ് ഉണ്ടാക്കുകയായിരുന്ന സമയത്ത് അവരിതാ ബെന്യാമീനുമായി യോസഫിന്റെ അടുത്തേക്ക് കടന്നു വരും. അവരിതാ യോസഫിന്റെ അടുത്തേക്ക് വീണ്ടും ഒഴിഞ്ഞ ചാക്കുകളുമായി ധാന്യം ശേഖരിക്കുവാൻ ബെന്യാമീനെ കൊണ്ട് കടന്നു വന്നു. അവരേവരും യോസഫിനെ വണങ്ങി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അപ്പൻ സുഖമായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നു പ്രഭു. ഇവനെ കാണാത്തതിലുള്ള ദുഃഖം അപ്പന് വളരെയുണ്ട് പ്രഭു. ഇവനാണോ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ? അതെ പ്രഭു. മകനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിരുന്നുശാലയിലേക്ക് പോയിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങൾക്ക് ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു. തന്റെ സ്വന്തം സഹോദരനായ ബെന്യാമീനെ കണ്ട യോസഫിന് വിഷമടക്കാനായില്ല. അവൻ അറയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു.
അവൻ കരയുന്ന സമയത്ത് ആസ്മയ്ക്കും എഫ്രൈമും മനസ്സിയും അവൻ്റെ അടുത്തേക്ക് വന്നു. ആസ്മത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ യോസഫ് അവർക്ക് വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു. എന്നിട്ട് യോസഫ് തന്റെ ഭൃത്യന്മാരോടായി പറഞ്ഞിരുന്നു, ബെന്യാമീന്റെ ചാക്കിൽ മാത്രം തന്റെ പാനപാത്രം നിറയ്ക്കുവാൻ. ഭൃത്യന്മാർ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ യോസഫിന്റെ സഹോദരന്മാരോട് അറിഞ്ഞിരുന്നില്ല. ചാക്ക് നിറയെ ധാന്യം കിട്ടിയ സന്തോഷമായി അവർ യോസഫിനോട് യാത്ര പറയുവാൻ യോസഫിന്റെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾക്കെല്ലാം ആവശ്യത്തിന് ധാന്യം കിട്ടിയോ? എല്ലാറ്റിനും വളരെ നന്ദി പ്രഭു. ഞങ്ങളെന്നാ പോയി മടങ്ങി വരാം പ്രഭു. നിങ്ങൾ പോയിക്കാട്ട് നിങ്ങളുടെ അപ്പനെ അന്വേഷിച്ചായി പറയണം. തീർച്ചയായും പ്രഭു. നാം സമാധാനത്തോടെ പോയിക്കാട്ട്. ശരി പ്രഭു. അവർ വളരെ സമാധാനത്തോടുകൂടി പോകുവാനായി ഗോപുരത്തിന്റെ പടികളിറങ്ങി. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യുവാൻ മനസ്സ് വന്നു? എന്താണ് പ്രഭു? ഞാൻ അതിൽ നിന്നല്ലേ ദിവസവും പാനം ചെയ്യുന്നത്? എന്താണ് പ്രഭു അങ്ങ് എന്താണ് ഈ പറയുന്നത്? നിങ്ങളിൽ ആരോ എന്റെ പാനപാത്രം മോഷ്ടിച്ചിരിക്കുന്നു. പ്രഭു, ഞങ്ങൾ മോഷ്ടാക്കളല്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങളിൽ ആരോ നിങ്ങളുടെ പാനപാത്രം എന്റെ പാനപാത്രം മോഷ്ടിച്ചിരിക്കുന്നു. ഇല്ല പ്രഭു, ഞങ്ങൾ മോഷ്ടിക്കില്ല. അങ്ങയുടെ പാനപാത്രം ഞങ്ങളുടെ ആരുടെയെങ്കിലും ചാക്കിൽ കണ്ടാൽ ആ ആള് അങ്ങേക്ക് ജീവിതകാലം മുഴുവനും അടിമയായിരിക്കും. എങ്കിൽ നിങ്ങളുടെ ചാക്കുകളെ തുറക്കുകയും. അവർ ഓരോരുത്തരും അവരുടെ ചാക്കിട്ടുകൾ തുറന്നു. പെട്ടെന്ന് അവർ ബെന്യാമീന്റെ ചാക്കിൽ യോസഫിന്റെ പാനപാത്രം കണ്ടു. ഇല്ല, ഞാനത് മോഷ്ടിച്ചിട്ടില്ല. ഇല്ല പ്രഭു, ഞാൻ നിരപരാധിയാണ്. ഇല്ല ഏട്ടന്മാരെ, ഞാൻ എടുത്തിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. ഇല്ല പ്രഭു, ഞാനത് എടുത്തിട്ടില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ ഇവൻ എന്റെ അടിമയായിരിക്കും. യഹൂദ യോസഫിന്റെ കാലിലേക്ക് വീണു. അതിനുവേണ്ടി യോസഫിന്റെ ഹൃദയം തകർന്നു. അയ്യോ, നിങ്ങൾക്ക് എന്നെ ഇനിയും മനസ്സിലായില്ല. നിങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റ പൊട്ടക്കിണറ്റിലിട്ട നിങ്ങളുടെ സഹോദരൻ യോസഫാണ് ഞാൻ. അയ്യോ, സഹോദരങ്ങൾ അവരെ പരിഭ്രമിച്ചു. എന്നാൽ ബെന്യാമീൻ അവരുടെ അടുത്ത് ഓടി വന്നു. അയ്യോ, ഏട്ടാ, അയ്യോ, ബെന്യാമീനെ, എന്റെ ഏട്ടനാണ് ഇത്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യ. എന്റെ ഏട്ടൻ മരിച്ചു എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് സന്തോഷമായി ചേട്ടാ. ബെന്യാമീനെ, ഏട്ടാ, സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭ്രമിക്കുകയും വേണ്ട. ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്റെ ഈ രാജ്യത്തേക്ക് അയച്ചു വന്നേ ഉള്ളൂ. കടന്നു വരുവിൻ. യോസഫേ, അവർ ഏവരും സന്തോഷമുള്ളവരായി. ഓടി, ഓടി, നമ്മുടെ അപ്പനെ വിളിച്ചുകൊണ്ട് വരൂ.
ഇതായിരുന്നു ജോസഫിന്റെ കഥ. Just as the story of Joseph, as we saw here, let us be able to love one another, especially our enemies, those who despise us, those who persecute us. Let us be able to love them. നിങ്ങൾ സ്നേഹിക്കുന്നവരും